ഹലോ ഗൈസ്, കുസൃതി ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അമ്പല ദർശനമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല മഴയാണ്. ഞങ്ങൾ ഒരു നാലമ്പല ദർശനത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേന് നല്ല മഴയാണ്. എന്നാലും ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആഗ്രഹം കൊണ്ട് പുറകോട്ട് വെച്ചില്ല. മഴയത്തും ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് പോയി. ആദ്യം തന്നെ നമ്മുടെ ഈ കേരളത്തിൽ അടുത്ത പ്രദേശങ്ങളിൽ അടുത്തടുത്തുള്ള 2-3 കിലോമീറ്റർ അടുത്തായിട്ടുള്ളത് ഈ കോട്ടയം ജില്ലയിലെ രാമപുരം, കൂടപ്പുലം, അമനകര, മെയ്തിരി ഈ 4 സ്ഥലത്തായിട്ടാണ് ഈ നാലമ്പലം ഇരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അടുത്ത് ഈ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ നാലമ്പലം ഇത്ര അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എല്ലാവരും തന്നെ നമ്മൾ നാലമ്പലം ദർശിക്കാനായിട്ട് പോകുന്നതാണ്. ഞങ്ങളും അങ്ങനെ നാലമ്പല ദർശനത്തിനായിട്ട് ഏറ്റവും അവസാന ദിവസം കർക്കിടക മാസം തീരുന്നതിന് 2 ദിവസം മുമ്പുള്ളപ്പോഴാണ് ഞങ്ങളും പോയത്. നല്ല മഴയായിരുന്നു. എന്നാലും തിരക്കിനൊരു കുറവുമില്ല. ആൾക്കാർ ദൂരെ നിന്നൊക്കെ വലിയ വലിയ വണ്ടികൾ വിളിച്ച് ട്രാവലറിനും ടൂറിസ്റ്റ് ബസ്സിനും ഒക്കെയാണ് വരുന്നത്. അപ്പം അടുത്തടുത്തായിട്ട് ഈ നമ്മുടെ കോട്ടയം ജില്ലയിൽ ഈ രാമപുരത്താണ് ഈ നാലമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ഹിന്ദുമത ആചാരത്തിൽ ഏറ്റവും പുണ്യമായ ഒരു ഇതാണ് നാലമ്പല ദർശനം. നമുക്ക് രോഗത്തിൽ നിന്നും നമ്മൾ എന്താഗ്രഹം പ്രാർത്ഥിച്ചാലും അതെല്ലാം സാധിച്ചു കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാമപുരത്തെ നമ്മുടെ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം നല്ല ചൂട് കഞ്ഞി കിട്ടി. അതൊക്കെ കുടിച്ചു. എല്ലാവരും ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിലും ആ ഒരു കഞ്ഞി കുടിക്കുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒക്കെയാണ്. അപ്പം നമ്മൾ ആ കഞ്ഞിയൊക്കെ കുടിച്ച് അടുത്ത് നമ്മൾ പോകുന്നത് കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇച്ചിരി താമസിച്ച്, മഴ കാരണം ഞങ്ങളും താമസിച്ചാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ തിരക്കിന് ഇച്ചിരി കുറവുണ്ടായിരുന്നു. എന്നാലും ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്നു. പറ്റിയേലാത്തവരും അമ്മമാരും ഒക്കെ കഷ്ടപ്പെട്ട് കയറി പോകുമ്പം തന്നെ നമുക്കറിയാം നമുക്ക് ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഉള്ള ആ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ എനർജിയും എന്നാ അതിന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്നൊരു സുഖവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കുന്ന കാരണമായിരിക്കുമല്ലോ പിറ്റേ വർഷവും നമ്മളതിന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും ചെന്ന് വഴിപാടൊക്കെ ചെയ്തു. അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എന്തേറെ ആൾക്കാരാണ് ഓരോ കാര്യങ്ങളായി പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഓരോരോ അമ്പലങ്ങളിലേക്ക് വരുന്നത്. അമനകരയിൽ ചെന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഭരതസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോഴത്തേന് അവിടെ നമ്മൾ കുന്നിക്കുരു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുമാർ അതൊക്കെ വാരി പ്രാർത്ഥിച്ച് ഓരോ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ച് അത് വാരി ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെന്നാണ് ഐതിഹ്യം. അവിടെ ഒരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൻ്റെ അവിടെ പോയി മീനിന് ഞങ്ങൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. കുളത്തിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു ആ കുളത്തിൽ. എല്ലാ വർഷവും ചെല്ലുമ്പോഴും ഞങ്ങളവിടെ മീനിങ്ങനെ തീറ്റ കൊടുക്കുന്ന അവിടുത്തെ ഒരു വഴിപാടാണത്. മീനിന് ഞങ്ങൾ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തു. ആ മീനിന് തീറ്റ കൊടുത്തപ്പോൾ പ്രാവും വന്ന് കൊത്തി തിന്നുന്നുണ്ടായിരുന്നു. 2 പ്രാവ്. ഞങ്ങൾ അവിടെ നിന്നും നേർച്ച ഭക്ഷണമായ കഞ്ഞിയും പയറും അച്ചാറും കിട്ടി. അതും കഴിച്ചു. എല്ലാവരും വരുന്ന എല്ലാ ഭക്തജനങ്ങളും നമ്മൾ അവിടുന്ന് കഴിയുന്ന ഇച്ചിരിയെ
ശകലം നമുക്ക് ആവശ്യത്തിന് കഞ്ഞി തരും, എന്നാൽ പോലും ആ ശകലമാണേലും കുടിച്ച് കഴിയുമ്പോഴത്തേന് നമ്മുടെ വയറ് നന്നായിട്ട് നിറയും. അതിൻ്റെ അടുത്തൊരു തോടുണ്ടായിരുന്നു, ആ തോട്ടിലൊക്കെ ഇറങ്ങി ഞങ്ങൾ കാലൊക്കെ കഴുകി. അടുത്തത് ഞങ്ങൾ പോയത് മെയ്തിരി ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടെയും ചെന്ന് വഴിപാടിനൊക്കെ എഴുതി ഞങ്ങൾ ക്യൂ നിന്ന്, അവിടെ ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, ക്യൂ ഒക്കെ നിന്ന് അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുവാണ്. അത്രയും താമസിച്ച് എന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ. അവിടെ ഏറ്റവും വലിയ വഴിപാടായിരുന്നു നമ്മൾ പിള്ളേരൊക്കെ ഉണ്ടാകാത്തവർക്ക് വേണ്ടി തൊട്ടിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് ഐതിഹ്യം. ഓരോരുത്തരും അങ്ങനെ തൊട്ടിലൊക്കെ കെട്ടി മേടിച്ച് വെച്ചതിന് ശേഷം പിള്ളേരുണ്ടായി കഴിയുമ്പം അവിടുത്തെ ആ അമ്പലത്തിൽ നടയിലൊരു തൊട്ടിലുണ്ട്. അവിടെ കൊണ്ട് പിള്ളേരെയൊക്കെ കിടത്തി, ഉണ്ടായ പിള്ളേരെയൊക്കെ കിടത്തി ആ നേർച്ച ഇതായിട്ട് ചെയ്യുന്നതൊക്കെ കാണാം നമുക്ക്. പിന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ ആണെങ്കിലും അവിടെ റോസപ്പൂക്കൾ കൊണ്ട് പിന്നെ വഴിപാട് നടത്തുന്നതും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. പറ നിറയ്ക്കുന്നത്, റോസപ്പൂവും കൊണ്ട് നമ്മൾ പറ നിറയ്ക്കുന്ന വിദ്യാഭ്യാസം പിള്ളേർക്കൊക്കെ ആണെങ്കിലും പഠിക്കാനും ഓർമ്മശക്തിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വഴിപാട് നടത്തുന്നത് കാണാം. ഞങ്ങളവിടെ നിന്നും പ്രാർത്ഥിച്ചിറങ്ങി. നമ്മൾ ഈ 4 അമ്പലങ്ങളിലും പോയതിന് ശേഷം നമ്മൾ തിരിച്ച് രാമപുരത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് തിരിച്ച് തൊഴുതതിന് ശേഷം മാത്രമേ നമുക്ക് പോരാൻ പറ്റുകയുള്ളൂ. ആദ്യം നമ്മൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പോയി, അത് കഴിഞ്ഞ് കൂടപ്പലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ പോയി, ഞാമനകര ഭാരതസ്വാമി ക്ഷേത്രത്തിൽ പോയി, അതിന് 4ാമത്തത് മെയ്തിരി ശത്രുഘ്നൻ സ്വാമി ക്ഷേത്രത്തിലും പോയതിന് ശേഷം നമ്മളവിടെ നിന്ന് ഇറങ്ങുവാണ്. പഴയ ഇല്ലങ്ങളൊക്കെ ഉണ്ട് ആ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിൽ തന്നെ, മെയ്തിരിയിലെ അമ്പലത്തിൻ്റെ പുറകിൽ തന്നെ. അവിടുത്തെ എല്ലാം തിരുമേനിമാർ താമസിക്കുന്ന ഇല്ലമാണെന്ന് തോന്നുന്നു. ഇല്ലമൊക്കെ കണ്ടു, നല്ല രസമുണ്ട്. എല്ലാവരും ആൾക്കാർ തൊഴുത് അവരുടെ മനസ്സിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കിട്ടതിന് ശേഷം തിരിച്ചിറങ്ങി ഭക്തിയോടുകൂടി പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് കുട്ടികൾക്കായിട്ട് ഇഷ്ടംപോലെ കളിപ്പാട്ടങ്ങളും വെച്ചുണിക്കടകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നോക്കി ഇങ്ങനെ വഴിനീളെ അത് വെച്ചുണിക്കടകളാണ്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നിയല്ല, അതുപോലെ രസമുള്ള സാധനങ്ങളെല്ലാം വെച്ചുണിക്കടകളിലും ബാഗ്, കുഴ, എന്തൊക്കെ സാധനങ്ങളാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കാതെ അത് നോക്കി നിന്ന് പോകും. ഓരോരുത്തരും മഴ കാരണം കച്ചവടക്കാരെല്ലാം മടുത്ത് മഴയത്ത് തണുപ്പത്ത് ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടി വന്നിരുന്ന് ചെയ്യുന്നതല്ലേ. ഞങ്ങളുടെ ഈ 4 അമ്പല ദർശനത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.